നമ്മളിന്നൊരു ഹോളിഡേ ട്രിപ്പിനായിട്ട് പോവാണ്. ലണ്ടൻ പാഡിംഗ്ടണിലേക്കാണ് പോകുന്നത്. നമ്മൾ വൂസ്റ്റർ സബ് ഹില്ല്, നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വൂസ്റ്റർ സബ് ഹിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ലണ്ടൻ പാഡിംഗ്ടണിലേക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന ട്രെയിനാണ് ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേയുടെ ട്രെയിനാണ് ഈ കിടക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ 21 മിനിറ്റാണ് ലണ്ടൻ പാഡിംഗ്ടൺ വരെയുള്ളത്. 99 മൈൽസാണ്. ഏകദേശം ഒരു 159 കിലോമീറ്ററാണ് ലണ്ടൻ പാഡിംഗ്ടൺ വരെയുള്ള ടൈം എന്ന് പറയുന്നത്. വൂസ്റ്റർ സബ് ഹില്ലിൽ നിന്ന് ഏകദേശം ഒരു 40 ട്രെയിനാണ് ഡെയിലി സർവീസ് നടത്തുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു. അപ്പോൾ എല്ലാം റെഡിയാണ്. ഇവിടുത്തെ ട്രെയിനിൻ്റെ കാഴ്ചകൾ, ഇവിടുത്തെ എങ്ങനെയാണ് ഇവരുടെ സർവീസുകളും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് ഇവർ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ട്രെയിൻ നമ്പർ 56-365 ഗുരുവായൂർ ഇടമൺ ബസ് പാസഞ്ചർ കായംകുളം ജംഗ്ഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്. നമ്മുടെ ട്രെയിൻ പോകുന്ന റൂട്ട് മുഴുവനും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടല്ലോ. കോളിങ്ങറ്റ് ചെല്ലനാമാണ് ആദ്യത്തെ സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് ഗ്ലൂസ്റ്റർ, പിന്നെ സ്റ്റോൺ ഹൗസ്, സ്ട്രൗഡ്, കെമ്പിൾ, സ്വിൻഡൺ, ഡെഡ്കോട്ട്, പാർക്ക്വേ, റീഡിങ് ആൻഡ് ലണ്ടൻ പാഡിംഗ്ടൺ. അപ്പം ഇത്രയും സ്റ്റേഷനുകൾ കവർ ചെയ്താണ് നമ്മളുടെ ഈ ട്രെയിന് ലണ്ടൻ പാഡിംഗ്ടണിൽ എത്തുന്നത്. ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ, മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ റഷ് വലിയ കാര്യമായിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. നമുക്കതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും ഇവർ കൊണ്ടുപോകാത്തുള്ളായിരിക്കും. എനിക്ക് സ്റ്റാൻഡിങ് കപ്പാസിറ്റിയിൽ ആൾക്കാരെ കൊണ്ടുപോകില്ലെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ട്രെയിനിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് വെസ്റ്റേൺ ട്രെയിനിൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത്. അടിപൊളിയാണ്. 7:13 ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. Do the reservations on there? The reservations aren't there at the minute, so you can sit where you want. We can sit anywhere? Yeah, because the reservations aren't working. So okay, just sit so we can sit anywhere, yeah? Yeah. So we can sit anywhere, no problem. And I mean, just tell the train manager when he comes through, and he'll be fine. If these aren't working, he'll be fine. Okay. It's only if these come on, he might say something. Right, okay. Where you all going? We are going to Paddington. Oh, you want? ട്രെയിനിലെ കെറ്റിലാണിത്. ഇവിടെ നിന്നാണ് അപ്പോൾ ഇവർ ഹോട്ട് വാട്ടർ എടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഈ ലണ്ടൻ വരെ നമുക്ക് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ടീ, കോഫി, അതുപോലെ തന്നെ സ്നാക്സ് എല്ലാം തന്നെ നമുക്ക് കിട്ടും. പക്ഷേങ്കിൽ ഇതെല്ലാം പേയബിളാണ്. നമ്മുടെ ടിക്കറ്റിന് മാത്രമാണ് നമ്മൾ പേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എക്സ്ട്രാ കോസ്റ്റാണ്. നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സ്നാക്സ് ഇതുപോലുള്ള ഐറ്റങ്ങൾ എല്ലാം തന്നെ കിട്ടത്തുള്ളൂ. ലണ്ടൻ പാഡിംഗ്ടണിലേക്ക് പോകാനായിട്ട് ടിക്കറ്റുകൾ നോക്കിയപ്പോൾ എല്ലാം ചെയ്തത് നമ്മുടെ ദീപുവാണ്. അപ്പോൾ ദീപു നമ്മളോട് പറയും എങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള ജേണികൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ടതെന്ന്. എങ്ങനെയാണ് ദീപു നമ്മൾ ട്രെയിൻ ടിക്കറ്റ്? അത് ട്രെയിൻ ടിക്കറ്റ് നമ്മൾ നോർമലി നമ്മൾ നോക്കുമ്പോൾ ഒരു ഈ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വരുന്ന ടിക്കറ്റിന് ഏതാണ്ട് ഒരാൾക്ക് തന്നെ, ഒരു അഡൾട്ടിന് തന്നെ ഏതാണ്ട് 50 പൗണ്ട് വരെയാണ് കാണിച്ചത്. 40 മുതൽ 50 പൗണ്ട് വരെ പല ഓൺലൈൻ സൈറ്റുകളിലും കാണിച്ചിട്ടു. പിന്നെ നേരത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാലും അത്രയും വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ടിക്കറ്റ് ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേക്ക് 40 പൗണ്ട് ഒരാൾക്ക് പോയിട്ട് തിരിച്ചു വരുന്നതിന് ഒരു സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. പോയിട്ട് തിരിച്ചു വരുന്നതിന് ഏതാണ്ട് 50-60 പൗണ്ടോളം ഉണ്ടായിരുന്നു. അന്നേരമാണ് ഒരു അഡ്വാൻസ് സിംഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ അതിന് കാണാൻ കഴിഞ്ഞത്. ഈ അഡ്വാൻസ് സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ട്രെയിനിൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാൻ കഴിയുള്ളൂ. ആ ട്രെയിനിൽ ആ സമയത്തോടുന്ന ആ ട്രെയിനിൽ വേണ്ടി മാത്രമേ ആ ടിക്കറ്റ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഭയങ്കര വിലക്കുറവാണ് അതിനകത്ത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 36 പൗണ്ടിന് പോയിട്ട് വരാൻ ഞങ്ങൾക്ക് ഒരു അഡൾട്ടിന് പോയിട്ട് വരാൻ പറ്റുന്ന ടിക്കറ്റാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതാണ് അഡ്വാൻസ് സിംഗിൾ എന്ന് പറയുന്നത്.
പിന്നെ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ടൈമിൽ നമ്മൾ ടിക്കറ്റ് പോകുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ലണ്ടൻ പാഡിംഗ്ടൺ ഇപ്പോൾ ബൂസ്റ്റർ ഷബ്ബിൽ നിന്ന് പോകണമെങ്കിൽ 5 പൗണ്ട് തൊട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടും. പക്ഷേ അത് ഒരു സീസണിൻ്റെ അനുസരിച്ച് ടൈമിങ്ങിൻ്റെ അനുസരിച്ച് വീക്ക് ഡേയ്സിൽ ഇതുപോലുള്ള സമയത്തായിരിക്കും അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ 5 പൗണ്ട് തൊട്ട് ഏകദേശം 80 പൗണ്ട് വരെയൊക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് നോർമലി വരുന്നത്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 36-40 പൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചീപ്പായിട്ട് ടിക്കറ്റ് എടുത്തുള്ളൂ. ഇപ്പോൾ ഇന്ന് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ലണ്ടനിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം പോയി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വലിയ എക്സ്പെൻസീവ് ആയിരിക്കും. ഇന്ന് നമ്മൾ ഈ ട്രെയിനിൻ്റെ ടോയ്ലറ്റ് കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ടോയ്ലറ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. മെട്രോ ട്രെയിനിൽ കയറിയിട്ടുള്ള ആൾക്കാർക്ക് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നേരിട്ട് ഇപ്പം കാണാനായിട്ടുള്ള ചാൻസുകൾ നമ്മൾ കൊച്ചിൻ മെട്രോയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഈ ഗ്രേറ്റ് വെസ്റ്റേൺ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു അത്യാഡംബരമോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു അടിപൊളി ട്രെയിനൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ആണ് ഇവിടുത്തെ ബസ്സുകളാണെങ്കിലും ട്രെയിനുകളാണെങ്കിലും അല്ലെങ്കിൽ ഫ്ലൈറ്റുകളാണെങ്കിലും എല്ലാം തന്നെ. നമ്മൾ ഇതിൻ്റെ ടൂറിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. അടിപൊളി സൗകര്യങ്ങളാണ്. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇത് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. നമുക്ക് ഒരു 2-2.5 മണിക്കൂറൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിനായിട്ട് നമുക്ക് അത്യാവശ്യം ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാം ബേബി ചേഞ്ചിങ്ങിനുള്ള കാര്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പാമ്പറൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇവിടോട്ട് കിടത്തിയിട്ട് നമുക്ക് പാമ്പറ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം പ്രായമുള്ളവരാണ് ടോയ്ലറ്റിൽ വരുന്നതെങ്കിൽ അവർക്ക് പിടിച്ചിരിക്കാനായിട്ട് ഇതുപോലുള്ള സൈഡിൽ ബാറുകളുണ്ട്. അപ്പോൾ അവരുടെ ബാലൻസ് തെറ്റാതിരിക്കാനായിട്ട് ഈ ബാറിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കും. ഇവിടാണ് ടോയ്ലറ്റ് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ഫ്ലഷ് ഉണ്ട്. ഫ്ലഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വെള്ളം വരും. ഇവിടെ നമുക്ക് ഡോറ് ലോക്ക് ചെയ്യാം. നമുക്ക് വെളിയിൽ നിന്ന് ആരും ഇങ്ങോട്ട് കയറാനായിട്ട് പറ്റത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോറ് ഓപ്പൺ ആകും. ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറുണ്ട്, സോപ്പുണ്ട്, ടയറുണ്ട്, ഇവിടെ ലിറ്റർ ബോക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൈ കഴുകാൻ അല്ലെങ്കിൽ മുഖം കഴുകാൻ ഇതുപോലുള്ള പരിപാടികളെല്ലാം ഇരിപ്പുണ്ട്. ഇവർക്ക് ഇവിടെ നമുക്ക് ടിഷ്യൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ നമ്മളൊരു 2.5 മണിക്കൂർ 3 മണിക്കൂർ യാത്രയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ടോയ്ലറ്റിനുള്ളിൽ ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകളാണ്. യാതൊരു കുഴപ്പമില്ല. ആർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റുകൾ മുഴുവനും തന്നെ. എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കഴിച്ചു. എനിക്കുള്ള ഇല്ലേ ദോശ. എന്തൊക്കെയാണ് കൊണ്ടിരിക്കുന്നത്? ദോശ, ഇഡലി, പിന്നെന്താണ് ദ്വീപുതയിൽ എന്താണുള്ളത്? ഉപ്പുമാവ്, പിന്നെ ഇവിടെ ടോസ്റ്റ് ഉണ്ട്, ടോസ്റ്റ്, ഓംലെറ്റ്. സതു എന്താണ് കഴിക്കുന്നത്? സതുമി ഉപ്പുമാവാണ് കഴിക്കുന്നത്. അതും ഉപ്പുമാവാണ്. ഇവിടെ എന്താണ്? നല്ല ഉപ്പുമാവും നമ്മുടെ നല്ല ഉപ്പുമാവും മുട്ടക്കറിയും. ഉപ്പുമാവും മുട്ടക്കറിയും നല്ല കോമ്പിനേഷൻ ആണ്. പരീക്ഷ കഴിക്കുന്നില്ലേ? ഉപ്പുമാവ്. എല്ലാവരും തന്നെ രാവിലെ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് സ്നാക്സ്, ടീയോ കോഫിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. ഇത് ഇതിനകത്തിലെ റേഡിയേറ്റർ സിസ്റ്റമാണ്. തണുപ്പുള്ള സമയത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റിംഗ് വരാനായിട്ട് ഇതിൻ്റെ അടിയിൽ കൂടിയാണ് അവർ ഹീറ്റിംഗ് സിസ്റ്റം തന്നെ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ബൈ ചാൻസിൽ ട്രെയിന് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ നമ്മൾ ഇതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഡോറ് നമുക്ക് തുറക്കത്തില്ല. കാരണം അത് ലോക്ക്ഡാണ്. നമുക്ക് ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത ഒരു സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡോറ് തുറക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മുടെ സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റുകളൊക്കെ അവർ കണ്ടില്ല, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവൈലബിൾ ടു ഗ്ലൂസ്റ്റർ ടു ലണ്ടൻ പാഡിംഗ്ടൺ. അപ്പോൾ ഈ ഒരു സീറ്റിൽ ഗ്ലൂസ്റ്ററിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് ഗ്ലൂസ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഗ്ലൂസ്റ്ററിൽ നിന്ന് ആൾക്കാർ ഇതിനകത്ത് കയറും. അതുവരെ ഈ സീറ്റ് എം ടി ആണ്. The next station is Gloucester.
ബൂസ്റ്റർ ഷബ് ഹില്ലിൽ നിന്ന് നെക്സ്റ്റ് നമ്മൾ വന്നത് ചട്നാം എസ് പിയിലായിരുന്നു. അതിന് നെക്സ്റ്റ് അടുത്തുള്ള സ്റ്റേഷൻ വെച്ചാൽ ഗ്ലൂസ്റ്ററാണ്. ഇപ്പോൾ നമ്മൾ ഗ്ലൂസ്റ്റർ സ്റ്റേഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെ പാൻട്രി സർവീസുകളൊക്കെ തുടങ്ങി അടുത്ത സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ നമുക്ക് ചായ, കാപ്പി, സ്നാക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് മേടിക്കാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക കാര്യം, ഇതെല്ലാം പേയബിൾ ആണ്. ഇതൊന്നും നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് അല്ല. നമ്മൾ പൈസ കൊടുത്താൽ നമ്മൾ വാങ്ങണം. ആരടി ഏറ്റവും കൂടുതൽ സുന്ദരി എടി സുന്ദരി ഓഫ് ദി ഡേ ആരാ? എടി സുന്ദരി ഓഫ് ദി ഡേ ആരാ ഇന്നത്തെ? അല്ല, സുന്ദരി ഓഫ് ദി ഡേ ആരാന്ന് പറഞ്ഞേ? ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആരാ ഇന്ന്? ഇന്ന് ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആരാ? നീ ഓക്കെ. അമ്മമാരിൽ ആരാണ് സുന്ദരിയായിട്ടുള്ള ഇന്ന്? നിന്റെ കണ്ണ് നീ കണ്ണാടി വെക്കണം കേട്ടോ. ആർക്കും ചായ, കാപ്പിയൊന്നും വേണ്ട? ഇതാണ് നമ്മൾ ഈ ട്രെയിനിൽ TT എന്ന് പറയുന്ന ടിക്കറ്റ് എക്സാമിനർ. നിങ്ങളിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ അത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബാർകോഡുണ്ട്. ആ ബാർകോഡ് കാണിച്ചാൽ മതി. പിന്നെ ടിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർഡ് ടിക്കറ്റ് കിട്ടും. ആ കാർഡ് ടിക്കറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇവിടെ സൈഡ് സ്റ്റോറേജുകളുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് മിക്കവാറും സാധാരണ ഒരു പീക്ക് ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ വലിയ ലഗേജുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവെക്കാം. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മിക്കവാറും സൈക്കിളിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ സൈക്കിൾ അവരുടെ കൂടെ ട്രെയിൻ യാത്രയിലും അവർ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സൈക്കിൾ കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു 2 ലോക്ക് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് സൈക്കിൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്തിട്ട് നമ്മുടെ സീറ്റിൽ പോയിരിക്കാം. നമ്മുടെ സ്റ്റേഷൻ വരുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് വീണ്ടും അത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ 4ാമത്തെ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന സ്ട്രൗഡിൽ. യുടെ ഏത് ഭാഗത്ത് നിന്നും ലണ്ടൻ പാഡിംഗ്ടണിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ട്രെയിൻ സർവീസുകളുണ്ട്. ഇവിടെ നമ്മുടെ ബൂസ്റ്റർ ഷബ് ഹില്ലിൽ നിന്ന് ഡെയിലി 40 ട്രെയിനുകളാണ് ലണ്ടൻ പാഡിംഗ്ടണിലേക്ക് ഓരോ ദിവസവും പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ലണ്ടൻ പാഡിംഗ്ടണിൽ നിന്ന് ബൂസ്റ്റർ ഷബ് ഹില്ലിലേക്ക് 55 ട്രെയിനുകളാണ് ഓരോ ദിവസവും ഇവർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഏറ്റവും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുക. അതേ ദിവസം പോയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചാർജ് കൂടുതലായിരിക്കും. നമ്മളൊരു ഒരാഴ്ച 2 ആഴ്ചക്ക് മുമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 പൗണ്ട് മുതൽ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആണ്. അത് വീക്കെൻഡ്സുകൾ അല്ലെങ്കിൽ ഓഫ് സീസൺ ഇതൊക്കെ അനുസരിച്ചാണ് നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് ടിക്കറ്റുകൾ കിട്ടുന്നത്. പക്ഷേ നോർമലായിട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 35-40 പൗണ്ടിന് ടിക്കറ്റ് നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ നമ്മൾ എടുത്തേക്കെന്ന് വെച്ചാൽ 36 പൗണ്ടിനാണ് നമുക്ക് ഇപ്പോൾ റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വെൻലൻ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്.
ചാർജിങ് സോക്കറ്റുകൾ ഇവിടെ ഉണ്ട്. അത് കൊടുത്തേക്കുന്ന ലാപ്ടോപ്പ് ആൻഡ് ഫോൺസ് ബിറ്റ്വീൻ സീറ്റ്സ് എന്നാണ്. ഇവിടെ കണ്ടില്ല, ഇവിടെ അതിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ സോക്കറ്റ് വരുന്നത്. ഇവിടെ 2 സോക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിയർലി നമ്മൾ ലണ്ടനിൽ അടുത്തിരിക്കുന്ന ലണ്ടൻ്റെ തൊട്ട് അടുത്ത സ്റ്റേഷനായ റീഡിങ്ങിലാണ് നമ്മൾ ഇപ്പോഴേ എത്തിയിട്ടുള്ളത്. റീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റേഷൻ കൂടിയുള്ളൂ, അത് നമ്മുടെ ലണ്ടൻ പാഡിംഗ്ടൺ ആണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന റീഡിങ്ങിലാണ്. അതായത് ലിഫ്റ്റ് യൂസ് ചെയ്ത് ഇവിടുന്ന് കുറേ ആൾക്കാർ ട്രെയിനിലേക്ക് കയറാനുണ്ട്. ഇവിടെ തൊട്ട് മിക്കവാറും ഈ ഒരു ട്രെയിന് ഫുള്ളാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ലണ്ടൻ പാഡിംഗ്ടൺ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇവിടെ വന്നിട്ട് ഇതാണ് നമ്മുടെ ട്രെയിൻ ജേർണിയുടെ അവസാനത്തെ സ്റ്റോപ്പാണ്. ബൂസ്റ്റർ സബ് ഹില്ലിൽ നിന്ന് ലണ്ടൻ പാഡിംഗ്ടൺ വരെയായിരുന്നു. അപ്പോൾ ലണ്ടൻ പാഡിംഗ്ടൺ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലണ്ടൻ പാഡിംഗ്ടൺ സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രെയിൻ യാത്ര നമ്മുടെ ഇവിടെ അവസാനിച്ചു. നമ്മൾ 7:23-നാണ് ബൂസ്റ്റർ സബ് ഹില്ലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ 9:58 നമ്മൾ എത്തിച്ചേർന്നു. നമ്മൾ വന്ന ട്രെയിൻ കണ്ടില്ല, ഇതായിരുന്നു നമ്മൾ വന്ന ട്രെയിൻ. നമ്മൾ ലണ്ടൻ യാത്ര നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.